ഗാസ സമാധാന ഉച്ചകോടി ഇന്ന് ഈജിപ്തിലെ ഷാം അൽ ഷേഖിൽ നടക്കും. ഹമാസും ഇസ്രയേലും ബന്ദികളെ വിട്ടയക്കും. ഉടമ്പടി ഒപ്പിടുന്നതിൽ സാക്ഷികളാകാൻ ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ഈജിപ്തിലേക്ക് എത്തും. അതേസമയം ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിച്ചുവെന്ന് ഇസ്രയേലിലേക്ക് പുറപ്പെടും മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. So this is going to be a very special time, and I guess if you read your own papers and your own networks, everybody's very excited about this moment in time. So I'll see you on the plane. I think you're traveling with us, but this is a very special event. There are 500,000 people yesterday and today in Israel, and also the Muslim and Arab countries are all cheering. Everybody's cheering at one time. That's never happened before. Usually if you have one cheering, the other isn't. The other is the opposite. This is the first time everybody is amazed and they're thrilled, and it's an honor to be. ഐശ്വര്യ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി. ഐശ്വര്യ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ട്രംപ് പറഞ്ഞു യുദ്ധം അവസാനിച്ചു. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം എടുത്തു പറയുന്നത് ട്രംപ് പറഞ്ഞു എന്നതിനേക്കാൾ ആ യുദ്ധം അവസാനിച്ചു എന്ന വാക്കിന് ഞാൻ സ്ട്രെസ് കൊടുക്കുകയാണ്. അങ്ങേറ്റം ആശ്വാസകരമായ കാര്യം. പശ്ചിമേഷ്യയിൽ ഒരുപക്ഷെ ഈ അടുത്ത കാലത്തെങ്കിലും സമാധാനം ഉണ്ടാകുമോ എന്ന ആശങ്ക തന്നെ നിലനിന്ന സാഹചര്യത്തിലാണ് അത് ഒരു സമാധാന ഉടമ്പടിയിലേക്ക് എത്തുന്നു. അതിൽ ഒപ്പുവെക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ 20 വൻശക്തി രാഷ്ട്രങ്ങൾ അടക്കമാണ് ഈ ഒരു ശുഭമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനായി എത്തുന്നത്. ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നു. ശരിയാണ് സ്വപ്ന. അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ ട്രംപിൻ്റെ വാക്കുകൾ നമ്മളിപ്പോൾ കേട്ടതാണ്. എന്ത് സന്തോഷവാനാണ് ട്രംപ് എന്ന് നോക്കൂ. കാരണം ഇസ്രായേലിലേക്ക് പുറപ്പെടുന്നതിന് മുൻപാണ് ട്രംപ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്. കാരണം എല്ലാവരും കാത്തിരുന്ന, അതായത് ഗാസ സമാധാനത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുകയാണ്. ട്രംപ് ഈ ഒരു ഈജിപ്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം പോകുന്നത് ഇസ്രായേലിലേക്കാണ്. അവിടെ ട്രംപിന് വേണ്ടി ഇസ്രായേലിലെ ടെൽ അവീവിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ചുവന്ന പരവതാനിയൊക്കെ വിരിച്ച് ട്രംപിനെ വളരെ പൂർവമായ ഒരു സ്വീകരണമാണ് ടെൽ അവീവിൽ ഒരുക്കിയിരിക്കുന്നത്. ട്രംപ് ഇസ്രായേലിൽ എത്തിയ ശേഷം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഇസ്രായേൽ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഈ ഒരു അഭിസംബോധനയ്ക്ക് ശേഷം അദ്ദേഹം ഈ ബന്ദികളെ, ഇസ്രായേലിൻ്റെ ബന്ദികളെ ഹമാസ് പിടിച്ചു വെച്ചിട്ടുണ്ട്, ആ ബന്ദികളുടെ കുടുംബാംഗങ്ങളുമായി ട്രംപ് സംസാരിക്കും. അതിനുശേഷം 4 മണിക്കൂറാണ് ട്രംപ് ഇസ്രായേലിൽ ചെലവഴിക്കുക. അതിനുശേഷമാണ് ട്രംപ് ഈജിപ്തിലേക്ക് പോവുക. ഏകദേശം ഇന്ത്യൻ സമയം 11 മണിയോട് കൂടി ട്രംപ് ഇസ്രായേലിൽ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം 3 മണിയോടുകൂടി ട്രംപ് ഈജിപ്തിലേക്ക് പുറപ്പെടും. ഈ ഒരു സമാധാന ഉടമ്പടിയിൽ സാക്ഷികളാകാൻ ലോകത്തിൻ്റെ 20 ലോക നേതാക്കളാണ് പങ്കെടുക്കാനായി ട്രംപ് ക്ഷണിച്ചിട്ടുള്ളത്. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ത് പ്രസിഡന്റുമാണ് ഈ ഒരു സമാധാന ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുക. ഇതിൽ ഒട്ടേറെ കാര്യങ്ങൾ, ഇനി എന്താകും ഗാസയുടെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും, കൂടാതെ ഇസ്രായേലിൻ്റെ പൂർണ്ണമായും ഇസ്രായേൽ സൈന്യത്തെ പിന്മാറുമോ, അത്തരം കാര്യങ്ങളൊക്കെയും തീരുമാനമാകുന്നത് ഈ ഒരു സമാധാന ഉച്ചകോടി നടക്കുന്ന ഒരു സമയത്തായിരിക്കും. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇന്ന് ഉച്ചവരെയാണ് ഹമാസിന് സമയമുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ, ഈ ഒരു ഉച്ചകോടിക്ക് മുൻപ് തന്നെ ഈ ബന്ദികളൊക്കെ വിട്ടയക്കുമെന്നാണ് ഹമാസ് പറയുന്നത്. ഏകദേശം 48ഓളം ബന്ദികളാണ് ഹമാസിന്റെ പക്കലുള്ളത്. ഇസ്രായേലിലെ 48 ബന്ദികളാണുള്ളത്. അതിൽ 20 പേർ മാത്രമാണ് ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. ആ ഒരു 20 പേരെയും ഇന്ന് വിട്ടയക്കും. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ, ഈ ഒരു ഉച്ചകോടിക്ക് മുൻപ് തന്നെ വിട്ടയക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 20 പേർ ആരൊക്കെയെന്ന് ആർക്കും അറിയില്ല, അത് ഇസ്രായേലിനും അറിയില്ല. പക്ഷേ ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങളെല്ലാം വളരെ പ്രതീക്ഷയിലാണ്. തങ്ങളുടെ ഉറ്റവർ ആ കൂട്ടത്തിൽ ഉണ്ടാകും, അവർ ജീവനോടെ വരുമെന്നാണ് ഈ ഒരു കുടുംബാംഗങ്ങളും പ്രതീക്ഷിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഈ ഒരു ഉച്ചകോടിക്കായി ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പകരം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ് ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഈജിപ്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങുകയാണ്. നാം ഏവരും കാത്തിരുന്നൊരു വാർത്തയാണ് ഈ ഒരു സമയത്ത് പുറത്ത് വരുന്നത്. അത് ട്രംപിൻ്റെ 20 ദിന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാകും ഇനി മുന്നോട്ട് തീരുമാനിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. സ്വപ്ന.